ധന്യ, കലൂർ അപകടവുമായി ബന്ധപ്പെട്ട് കുറേ അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ ഇവൻറ്റ് മാനേജരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഒരു നടനുണ്ട്, അദ്ദേഹത്തിൻ്റെ സിജോയുടെയൊക്കെ മൊഴിയെടുക്കുമെന്നാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്തകൾ. ഇതിൽ നമ്മൾ വിചാരിക്കാത്തതിനെ കടട്ട് അപ്പുറത്തേക്കുള്ള ഒരു തട്ടിപ്പിൻ്റെ ലോകമാണ് പുറത്തേക്ക് വരുന്നത്. ഈ ദിവ്യ ഉണ്ണിയൊക്കെ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടോ? എന്താണ് ദിവ്യ ഉണ്ണിയുടെ ഇതിലുള്ള പങ്ക്? ഇതാണിപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കും, ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് തയ്യാറായി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട്, വലിയൊരു ദുരൂഹതയുമുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ്? എന്താണ് ദിവ്യ ഉണ്ണിക്ക് ഇതുകൊണ്ടുള്ള ലാഭം? ദിവ്യ ഉണ്ണിക്ക് ലോക റെക്കോർഡ് അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി 12,000-ഓളം 11,176 കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ പൈസ ചിലവാക്കി 3,000 രൂപ രജിസ്ട്രേഷൻ ഫീസ്, 1,600 രൂപ വസ്ത്രങ്ങൾക്ക്, പിന്നെ താമസം, ഫുഡ്, ഇവിടെ ഇങ്ങോട്ട് വരുന്ന യാത്രാ ചിലവ്, ഇതെല്ലാം കുട്ടികൾ അവരുടെ സ്വന്തം ചിലവിൽ വരണം. മാത്രമല്ല രക്ഷിതാക്കൾക്കോ ബന്ധുക്കൾക്കോ മറ്റ് കുട്ടികളോടൊപ്പം വരുന്ന ആളുകൾക്കോ അകത്ത് കയറണമെങ്കിൽ 149 രൂപ മുതൽ 299 രൂപ വരെയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ അല്ലെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് ബുക്കിലേക്ക് ഇടം പിടിക്കാൻ എന്തിനാണ് കുട്ടികളെ ബലിയാടാക്കിയത്? ഈ കുട്ടികൾക്ക് ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ്? അവരുടെ കുറേ പണം പോയി, അവരുടെ കുറേ സമയം പോയി. ഒരു MLA, ജനപ്രിയയായ ഒരു MLA ജീവന് വേണ്ടി പോരാടുന്നു. ആശുപത്രിയിൽ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ന്യൂമോണിയ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ജീവൻ അപകടത്തിലാകുന്ന രീതിയിലേക്ക് വരെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. രാത്രിക്ക് രാമായണം കെട്ടിയുണ്ടാക്കിയ തട്ടിക്കൂട്ടിയ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ ഒരു വലിയ അപകടം എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കോടികൾ വാങ്ങിക്കൂട്ടി എന്തിൻ്റെ ബേസിലാണ്? ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും മറയ്ക്കാനുണ്ട്? ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത എന്താണ്? ഇതാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്. ഈ GCDA ഇവർ കരാർ എടുത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കാണ് ഇവർ കരാർ എടുത്തിരിക്കുന്നത്. പിന്നെ ആ കരാർ എങ്ങനെയാണ് ഈ ദിവ്യ ഉണ്ണി സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഈ മൃദംഗനാഥം വിഷൻ എന്ന് അവർ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് സ്റ്റേജ് കിട്ടിയത്, കലൂരിലെ സ്റ്റേഡിയം കിട്ടിയത് എന്നറിയില്ല. അതിൻ്റെ പിന്നിൽ എന്താണ് ദുരൂഹത? മാത്രമല്ല കേരള സർക്കാർ നടത്തുന്ന ഒരു പരിപാടി എന്നാണ് പ്രചരിച്ചത്. അതിൽ ദിവ്യ ഉണ്ണി പങ്കെടുക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഗിന്നസ് ബുക്കുമായി ബന്ധപ്പെട്ട വേൾഡ് ഗിന്നസ് ബുക്കുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്? 12 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തേക്ക് GCDA വാങ്ങുന്നത്. ഇവിടെ 5 ലക്ഷം രൂപയാണ് ഈ സംഘാടകരിൽ നിന്ന് വാങ്ങിയത്. അതിൽ 4 ലക്ഷം രൂപ ഡെപ്പോസിറ്റാണ്. ആ ഡെപ്പോസിറ്റ് തിരികെ നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ് ഈ സ്റ്റേഡിയം അവർ കൈക്കലാക്കിയത്. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡാൻസ് കളിച്ച് തളർന്നു വരുന്ന അല്ലെങ്കിൽ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തളർന്ന് അവശരായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് അല്ലെങ്കിൽ നർത്തകർക്ക് 1 ഗ്ലാസ് വെള്ളം പോലും അവർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം ഫ്രോഡ് കളികളാണ് അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇവനൊക്കെ കോടികൾ സമ്പാദിച്ചത് എന്തിനാണ്? ഇതിൻ്റെ പിന്നിൽ ഏത് മാഫിയാണ് പ്രവർത്തിച്ചത്? ഇതിൽ ദിവ്യ ഉണ്ണിയുടെ പങ്ക് എന്താണ്? ദിവ്യ ഉണ്ണി എന്താണ് വാങ്ങി? പണമായിട്ടാണോ അല്ലെങ്കിൽ ഈ ദിവ്യ ഉണ്ണി ഇതിൽ പെട്ടുപോയതാണോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ട്. 5,000 മുതൽ 8,500 രൂപ വരെ ഓരോ നർത്തകരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് സംഘാടകർ വൻ തുക വാങ്ങി എന്നുള്ളത് മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ്, ശ്രീലക്ഷ്മി അജീഷ് എന്ന് പറയുന്ന ഒരു ID ഇന്ന് വന്നതാണ്. അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചപ്പോൾ എനിക്കത് സത്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് വായിക്കുന്നത്. എനിക്കിപ്പോഴും കാര്യം പിടികിട്ടിയിട്ടില്ല. ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് എന്തിന്? ദിവ്യ ഉണ്ണിക്കൊപ്പം 12,000 നർത്തകർ ഡാൻസ് ചെയ്തു. അവരെല്ലാം ദിവ്യ ഉണ്ണിയുടെ സ്റ്റുഡൻസ് അല്ല. അപ്പോൾ 12,000 സ്റ്റുഡൻസ് ഉള്ള ടീച്ചർ അല്ല ദിവ്യ. മറ്റു പ്രശസ്തരായ പല ടീച്ചർമാരും അവരുടെ സ്റ്റുഡൻസിനെയും ആ പ്രോഗ്രാമിൽ കണ്ടു. അപ്പോൾ ആര് കളിച്ചതിനാണ് അവാർഡ്? കല്യാണായിരുന്നു പ്രധാന സ്പോൺസർമാരിൽ ഒരാൾ. 12,500 സാരികൾ കല്യാൺ നെയ്തു കൊടുത്തു എന്നാണ് ദിവ്യ ഉണ്ണി ഇന്നലെ പറഞ്ഞത്. സ്പോൺസർമാർ ഫ്രീ ആയല്ലേ ഓരോന്നും കൊടുക്കുക? അപ്പോൾ ഓരോ കുട്ടിയിൽ നിന്നും 1000 രൂപ വെച്ച് സാരിക്ക് എന്ന് പറഞ്ഞ് മേടിച്ചതോ? തനിക്കൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടണമെങ്കിൽ അതിൻ്റെ മുഴുവൻ ചിലവും ദിവ്യയല്ലേ വഹിക്കേണ്ടത്? ഇതിപ്പോൾ
ഓരോ കുട്ടിയിൽ നിന്നും കാശ് മേടിച്ചല്ലോ, ഇതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്ത് നേട്ടം? കല്യാൺ പ്രധാന സ്പോൺസറിൽ ഒരാൾ എന്ന് പറയുമ്പോൾ വേറെയും സ്പോൺസേഡ് ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം? ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റും ഉണ്ടായിരുന്നു എന്നാണ് പരസ്യം കണ്ടത്. അപ്പോൾ കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫീസ് 3500 പ്ലസ് 12,000 പ്ലസ് അത് കൂട്ടുമ്പോൾ 4,20,00,000 രൂപ. സാരി 12,000, 1,000 രൂപ വെച്ച് ഒരു കുട്ടിയുടെ നിന്ന് വാങ്ങുമ്പോൾ 1,20,00,000 രൂപ. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ചാർജ് അറിയില്ല, അറിയുന്നവർ പറയാമോ? ഇങ്ങനെയാണ് അവർ ഇട്ടേക്കുന്നത്. ഈ തുകയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക, പെട്ടെന്ന് വായിച്ചപ്പോൾ മാറിപ്പോയതാണോ എന്ന് അറിയില്ല. എന്തായാലും ആ കണക്കുകളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ്. അതായത് 3,500 പ്ലസ് 1,600 എന്നതിൽ ഉപരിയായിട്ട് പല കാറ്റഗറി വിഭാഗത്തിലുള്ള ആളുകൾ, അതായത് വിദേശത്തുള്ള ആളുകൾ, ഇന്ത്യയിലുള്ള ആളുകൾ, അങ്ങനെ സാമ്പത്തിക നിലയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ സമൃദ്ധമായിട്ട് ഇവർ ചെയ്തൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 3,500 മാത്രമല്ല, 3,500 എന്ന് പറയുന്ന ആ തുക പലരോടായിട്ട് 5,000 ആയിട്ട് വാങ്ങിയവരോടുണ്ട്, 7,000 വാങ്ങിയവരുണ്ട്, 8,000 വാങ്ങിയവരോട് 8,000 രൂപ വാങ്ങിയവരുണ്ട്, 12,000 രൂപ വരെ ഈ തരത്തിൽ ഒരു ഫീസായിട്ട് മാത്രം വാങ്ങിയ ആളുകളുണ്ട് എന്നാണ് പരാതി ഉയർന്നു വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ സാരിയുടെ കേസിൽ മറ്റൊരു തട്ടിപ്പ് കൂടി നടന്നിട്ടുണ്ട്. കല്യാൺ 12,000-ലേറെ സാരികൾ നെയ്തു എന്ന് പറയുന്നിടത്ത് ഇവർ പറയുന്നത് പട്ടുസാരി കൊടുക്കും എന്നായിരുന്നു. ഓരോ ആളുകൾക്കും പട്ടുസാരി കൊടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഓരോ ആൾക്കാർക്കും കിട്ടിയത് കോട്ടൺ സാരിയാണ്. അതുപോലെ തന്നെ ഈ പട്ടുസാരി ഫ്രീ ആയിട്ട് കിട്ടിയത് ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനായിരുന്നു ഇങ്ങനെ പച്ചക്ക് പാവങ്ങളെ പറ്റിച്ചത്? ഇവിടെ നിന്നൊക്കെയോ വന്ന എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ട് ഈ ഗിന്നസ് റെക്കോർഡിന്റെ ഓരോ സർട്ടിഫിക്കറ്റും തങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് ആഗ്രഹിച്ച് വന്ന ഈ പാവപ്പെട്ട ആളുകൾ ഞാൻ പറഞ്ഞ സാമ്പത്തികമായല്ല, ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് നിസ്സഹായരായി വന്ന മനുഷ്യരെ കുറിച്ചാണ്. നമ്മുടെ സ്റ്റുഡിയോക്ക് താഴെയൊക്കെ വലിയ ബ്ലോക്കായിരുന്നു. അതായത് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കാൻ പോലും പോവാത്ത തരത്തിലേക്ക് ബ്ലോക്ക്, അവിടെ പോലീസുകാർ വന്ന് ഫൈൻ ഇടുന്നു. ഞങ്ങളൊക്കെ അവരോട് സംസാരിച്ച സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ കാപട്യം നിറഞ്ഞ ഒരു പണിയെടുത്തിട്ട് ഇത് 6 കോടി എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ തട്ടിപ്പിന്റെ ഒരു കണക്ക്. അതെ, 6 കോടി എന്നത് യഥാർത്ഥ കണക്കുകളെല്ലാം കൂടെ വരുമ്പോൾ ഒരു 10 കോടിക്ക് അടുത്ത് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഈ പറയുന്ന കല്യാണും അതുപോലെ നമ്മുടെ ജോയ് ആലൂക്കാസും ഈ രണ്ട് പേരും കൊടുത്തിട്ടുള്ള എന്താണ് നമ്മുടെ സ്പോൺസർഷിപ്പ്, ഈ സ്പോൺസർഷിപ്പ് തുകയും ഇവർ ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളും ഇതെല്ലാം കൂടി വരുമ്പോൾ എത്ര തുകയുണ്ടാകുമെന്ന് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം. തന്നെ പറഞ്ഞതിന്റെ ഇടയ്ക്ക് കയറി ഇടപെട്ടതാണ് എങ്കിൽ കൂടെ, അതായത് അങ്ങനെ പറഞ്ഞതല്ല. അതായത് ഈ പറയുന്ന ഒരാൾ പരാതി കൊടുത്തിരുന്നു. അരുൺദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൃത്യമായി ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് മുൻപ് പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ GST വകുപ്പിനെ അറിയിച്ചിരുന്നു. അതോടൊപ്പം അറിയിക്കേണ്ട എല്ലാ സ്ഥലത്തും അദ്ദേഹം ഇമെയിൽ അയച്ചിരുന്നു. എന്നിട്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു. എന്നിട്ടും പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്ന സമയത്ത് പിന്നീട് വിളിക്കുന്നത് ഇത് സംഘടിപ്പിച്ച സംഘാടകരാണ്. അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതിനുശേഷം ഇയാൾ ദിവ്യ ഉണ്ണിയെ വിളിച്ചു. ഇദ്ദേഹം അരുൺദേവ് ദിവ്യ ഉണ്ണിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ദിവ്യ ഉണ്ണി ഇദ്ദേഹത്തോട് മോശമായി പെരുമാറി, മോശമായി സംസാരിച്ചു. അതിന്റെ അർത്ഥം ദിവ്യ ഉണ്ണി പെട്ടുപോയതല്ല. ദിവ്യ ഉണ്ണിക്ക് കറക്റ്റായി കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇതൊരു തട്ടിപ്പാണ് എന്നറിയാമായിരുന്നു. ഇതിൽ ഒരുപാട് ലാഭമുള്ളത് ഒന്ന് ദിവ്യ ഉണ്ണിക്ക് എന്ത് ചെയ്യാം, ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടും, ഓസിൽ കിട്ടും, പിന്നെ പൈസ വേറെ, ഇതിന്റെ ബേക്കിലുള്ള തട്ടിപ്പ് വേറെ. ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ഓഫീസ് തട്ടിക്കൂട്ട് ഓഫീസാണ് വയനാട് മേപ്പാടിയിലെ ഒരു ചെറിയൊരു ഓഫീസിന്റെ പുറത്താണ് ഇത്രയും കാര്യങ്ങൾ നടന്നു നീങ്ങിയത്. വലിയ തട്ടിപ്പാണ് ഇതിന്റെ പിന്നിൽ. നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ഇതിൽ കളിച്ച പക്ക ഫ്രോഡുകളായിട്ടുള്ള എല്ലാ എണ്ണത്തിനെയും തൂക്കണം. ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുണ്ട്. അത് സർക്കാരിന്റെ പേരിലാണ് നടന്നതെന്ന് പല അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നു. അങ്ങനെ സർക്കാരിനെ കൂടി കരിവാരി തേക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇതെങ്കിൽ, സർക്കാരിന് ഇതിൽ പിന്നാമ്പുറ ലാഭങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. ദിവ്യ ഉണ്ണിയിൽ നിന്ന് മൊഴിയെടുക്കുക മാത്രമല്ല, ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം. എന്തായാലും അതുവരെ മീഡിയ മലയാളം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഒപ്പം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ കേസ് എടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് വിളിച്ച അരുൺദേവ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നമ്പർ ചോദിച്ചപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയാണ് നമ്പർ തരാൻ പറ്റില്ല എന്ന്. ശരി, അത് അവരുടെ നിയമത്തിന്റെ ഭാഗമായിരിക്കും. നമുക്ക് നമ്പർ തരാൻ കഴിയില്ല. കൃത്യമായ ഒരു അന്വേഷണം നടത്തി പിന്നെ ഇതിൽ നിയമ നടപടി സ്വീകരിക്കാനും അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണം വരട്ടെ, കാണാം. തീർച്ചയായും.